ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ഡ്രാഗൺ ചിക്കൻ. ഇതൊരു ഇൻഡോ ചൈനീസ് ഡിഷാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോ നോക്കാം. ഞാനിവിടെ ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറിയ നീളത്തിന് ചെറിയ പീസാക്കി ആണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലില്ലാത്ത ഭാഗം ഇതുപോലെ നീളത്തിന് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3 ടേബിൾ സ്പൂൺ മൈദ, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സോയ സോസിൽ ഉപ്പുള്ളതുകൊണ്ട് അത് നോക്കിയിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചിക്കനിലെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ചിക്കനിൽ നന്നായിട്ട് കോട്ടിങ്ങൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കോട്ടിങ് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോ ചിക്കൻ പീസും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ അത്യാവശ്യം നല്ല ചൂട് വേണം. ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓരോ പീസും ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിരുന്നാൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. നല്ലൊരു തിരിച്ചും മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് മൊരിഞ്ഞു പോകരുത്. ഒരുപാട് മൊരിഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റണം. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നാൽ മാത്രമേ നമ്മൾ സോസിലൊക്കെ ഇട്ട് റെഡിയാക്കുന്ന സമയത്തും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അധികം മൊരിയാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ കേട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഓയിൽ എടുക്കാം. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഒരുപാട് ഫ്രൈ ആക്കി എടുക്കണ്ട. അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനുള്ളത്. അതിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 2ആയിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ക്യാപ്സിക്കമാണ്. ഒരു 3 കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 3 കളർ ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രീനും ഒരു ഓറഞ്ചും റെഡും എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. നീളത്തിന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൻ്റെ 1/4 ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത് 3 കളറിൽ. നിങ്ങളുടെ കയ്യിൽ ഒരെണ്ണം മാത്രമേ ഉള്ളതെങ്കിൽ ഒരെണ്ണം എടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല. അതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോസിലൊക്കെ ഉപ്പുണ്ട്, അത് നോക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കനിലേക്ക് സോസൊക്കെ നല്ലതുപോലെ പിടിക്കുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് അടച്ചു വയ്ക്കാം. ചിക്കനിലേക്ക് സോസ് എല്ലാം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിലേക്ക് സോസൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കനാണ്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്